ജാസി എന്താ ചെക്കപ്പ് കഴിഞ്ഞോ? എല്ലാവരും ഡൗട്ടാണ് ജാസി ഗർഭിണിയാണോ ജാസിക്ക് എത്ര മാസമായിരുന്നത്. ആരും അങ്ങനെ വിശ്വസിക്കുന്നില്ല. നിങ്ങൾ എല്ലാവരും വിശ്വസിക്കാൻ സീരിയസ്ലി നുണ പറയുന്നതല്ല. വെയിറ്റ് ആൻഡ് സീ. അപ്പോൾ ഇന്നിതാ ചെക്കപ്പിന് വേണ്ടി വന്നാണ്. ചെക്കപ്പ് കഴിഞ്ഞു. ഇനി എനിക്ക് ജസ്റ്റ് എനിക്ക് ബോഡി ഭയങ്കര വീക്ക്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഗ്ലൂക്കോസ്. എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് വെച്ചാൽ കുറച്ചധികം ആളുകൾക്ക് അറിയാവുന്നതാണ്. സോഷ്യൽ മീഡിയയിലെ ആധിപത്യം സ്ഥാപിച്ചിരിക്കുന്ന ചില ആളുകളെ കുറിച്ചിട്ട്. അതായത് ആധിപത്യം സ്ഥാപിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ മറ്റൊന്നുമല്ല, നമ്മൾ സോഷ്യൽ മീഡിയയിൽ നോക്കുമ്പോൾ ഇപ്പൊ കാണുന്നത് ഒരു അത്ഭുത പ്രതിഭാസമാണ്. അതായത് നമ്മളൊക്കെ സാധാരണ പണ്ട് കാലം തൊട്ടേ കേൾക്കുന്നതും കാണുന്നതുമായിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ സ്ത്രീകളെ ഗർഭിണികളാകുന്ന ഒരു കാര്യമാണ് അല്ലേ? അതങ്ങനെ തന്നെയല്ലേ? ഇപ്പോൾ പക്ഷിരായാലും മൃഗങ്ങളായാലും പക്ഷികളായാലും അപ്പോൾ ഈ സ്ത്രീകളാണ് കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. ഇനി കൂടുതലൊന്നും പറയണ്ടല്ലോ. ഇപ്പോൾ ചിലപ്പോൾ നമ്മൾ വീട്ടിൽ മേടിച്ച് നടുന്ന പ്ലാവ്, മാവ്, മുരിങ്ങ ഇതൊക്കെ കായ്ച്ചില്ലെങ്കിലോ അതിലൊന്നും ഫലങ്ങൾ ഉണ്ടായില്ലെങ്കിലോ അപ്പോൾ നമ്മുടെ കാരണവന്മാർ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഇത് ആണാണ്, അതുകൊണ്ടാണ് അത് കായ്ക്കാത്തത് എന്ന് പറയുന്ന ആ ഒരു പതിവ് പണ്ട് കാലം മുതൽക്കേ ഉള്ളതാണ് അല്ലേ? അപ്പോൾ ഇവിടെ 2026 ആയപ്പോഴത്തേക്കും ഒരു പുരുഷൻ ഗർഭിണിയായിട്ടിരിക്കുകയാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. അപ്പോൾ ഈ ഒരു പുരുഷൻ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആരാണെന്ന് നമ്മൾ പേര് പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും. ഞാൻ എന്തായാലും ആ ഒരു ഗർഭിണന്റെ ആ ഒരു വീഡിയോ ക്ലിപ്പ് ഇവിടെ വെച്ചേക്കാം. എല്ലാവരിടത്തും ചെന്ന് നിന്നിട്ട് സീരിയസ്ലി ഞാൻ ഗർഭിണിയാണ് എന്നിങ്ങനെ പറയേണ്ടി വരുന്ന ഒരു അമ്മയുടെ ഗതികേട് എന്ന് പറഞ്ഞാൽ വല്ലാത്ത കഷ്ടം തന്നെയാണ് അല്ലേ? നമ്മൾ സ്ത്രീകൾ പ്രഗ്നന്റ് ആയി കഴിയുമ്പോൾ നമുക്ക് ആരോടും ചെന്നിട്ട് ഞാൻ ഗർഭിണിയാണ് എന്ന് പറയേണ്ട ആവശ്യമില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളെ കണ്ടു കഴിഞ്ഞാൽ തന്നെ വയറൊന്നും വരണമെന്നില്ല. നമ്മുടെ ഫേസ് കാണുമ്പോൾ തന്നെ ആളുകൾക്ക് മനസ്സിലാവും, പറയാതെ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും അവളെ ഗർഭിണിയാണ്, അവൾക്ക് വിശേഷമുണ്ട് എന്നുള്ളൊരു കാര്യം. പക്ഷേ ഈ പുള്ളിക്കാരൻ വന്നിട്ട് എല്ലാവരിടത്തും വന്നിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ സീരിയസ്ലി ഞാൻ ഗർഭിണിയാണ്, ഇത് 5ാം മാസമാണ് എന്നിങ്ങനെ പാടി നടക്കുകയാണ്. കാരണം പുള്ളിക്ക് തന്നെ ഒരു ഉറപ്പില്ല പുള്ളി ഗർഭിണിയാണോ അല്ലേ എന്നുള്ള കാര്യം. ഇന്നത്തെ കാലത്ത് ആണുങ്ങളും പ്രസവിക്കുമല്ലോ എന്ന് ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. ഒരു സിനിമ തന്നെ നേരത്തെ ഉണ്ടായിരുന്നു, ഗർഭശ്രീമാൻ എന്ന് പറഞ്ഞിട്ട്. ഭാവിയിൽ ഇതുപോലെ ഒരു അവതാരം ഭൂമിയിലേക്ക് വരും എന്നുള്ള ആ ഒരു തിരിച്ചറിവിലായിരിക്കണം ഒരുപക്ഷെ ഗർഭശ്രീമാൻ എന്ന് പറയുന്ന ആ ഒരു സിനിമ ഉണ്ടായതെന്ന് എനിക്ക് തോന്നുന്നു. ആ ഒരു സിനിമയ്ക്ക് കഥയും കഥാപാത്രങ്ങളൊന്നും ഇത് അല്ലെങ്കിൽ പോലും ആ ഒരു പേര് ഗർഭശ്രീമാൻ എന്നുള്ള ഒരു പേരാണ് ഞാനിവിടെ ഉദ്ദേശിച്ചത്. അപ്പോൾ ഈ പുള്ളിക്കാരന് ഗർഭിണിയാവുന്നത് എങ്ങനെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയില്ല ഇവരൊക്കെ എങ്ങനെയാണ് ഗർഭിണികളാവുന്നതെന്ന്. ഒരു വയറും വെച്ച് കെട്ടിക്കൊണ്ട് നടന്നു കഴിഞ്ഞാൽ അത് ഗർഭമാണ് എന്ന് വിശ്വസിക്കാൻ മാത്രം മലയാളികൾ എന്താ മന്ദബുദ്ധികളാണോ? ഇയാൾ എന്താ വിചാരിച്ചു വെച്ചിരിക്കുന്നത്? എന്തായാലും ഈ പുള്ളിക്കാരൻ്റെ കുറച്ച് പഴകിയ ഒരു വീഡിയോ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു പുള്ളിക്കാരൻ ഇപ്പോഴിരിക്കുന്ന കോലം നമുക്ക് എല്ലാവർക്കും അറിയാം, എന്നാൽ പണ്ടത്തെ കോലവും അറിയാവുന്ന ആളുകൾ ഒരുപാടുണ്ട്. അപ്പോൾ എന്തായാലും ഇയാളുടെ ഒരു പഴയ വീഡിയോ ക്ലിപ്പ് ഇവിടെ വെക്കട്ടെ. നിന്റെ വീട്ടിൽ ഒരാൾക്കാരുണ്ടല്ലേ, അവർക്ക് പോയിട്ട് അടിച്ചണ്ണാക്കി കൊടുക്കട്ടെ. എന്റെ അടിച്ചിട്ട് ഇന്റെ അണ്ണാക്കി കിട്ടാൻ നിൽക്കണ്ട, മനസ്സിലായല്ലടാ? കുറെ വയസ്സായിട്ട് വേണ്ടിട്ട് വെറുതെ ഒരു പ്രശ്നമില്ലാതെ വെറുതെ ഇന്നെ കൊടുത്ത് ഇങ്ങനെ കൊണക്കാൻ തുടങ്ങിയിട്ട് നീ ആരുടെ മകളെ? അപ്പോ എന്തായാലും പുള്ളിക്കാരൻ ഇപ്പൊ മനസ്സിലായില്ലേ ഇയാൾക്കുള്ള ഇപ്പോഴത്തെ കോലവും പഴയ കോലവും എന്താണെന്നുള്ള കാര്യം. സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന ഒട്ടുമിക്ക ആളുകൾക്കും അതറിയാൻ സാധിക്കും. എന്നാൽ ചില ആളുകൾക്കെങ്കിലും ഈ പുള്ളിക്കാരനെ ഈ ഒരു കോലത്തിൽ മാത്രമേ കണ്ടിട്ടുണ്ടാവുള്ളൂ. അത്തരത്തിലുള്ളവർക്ക് കാണാൻ വേണ്ടിയിട്ടും കൂടിയാണ് കേട്ടോ ഞാൻ ആ പഴയ ആ ഒരു വീഡിയോ വെച്ചിട്ടുള്ളത്. കാരണം ഇത്രയേറെ മ്ലേച്ഛമായ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് സംസാരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ തെറി കമന്റുകൾ ഇടുന്നവർക്ക് നല്ല രീതിയിൽ കൊടുക്കാറുണ്ട്, കമന്റിലൂടെ മാത്രം. അല്ലാതെ നമ്മളാരും വീഡിയോയിൽ വന്നിട്ട് ഇങ്ങനെയൊന്നും സംസാരിക്കില്ല അല്ലേ? ഈ പുള്ളിക്കാരൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ മാങ്ങയുള്ള മാവിൽ മാത്രമേ കല്ലെറിയുള്ളൂ എന്നാണ് പുള്ളിക്കാരൻ പറയുന്നത്. അതിന്റെ ഉദാഹരണമായിട്ട് പറയുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പൊ കുറച്ച് ട്രാൻസ്ജെൻഡേഴ്സ് ആയിട്ടുള്ള കുട്ടികൾ ഇറങ്ങിയിട്ടുണ്ട്. ആ ഒരു കുട്ടികൾ വന്നിട്ട് ഇന്റർവ്യൂസിലൊക്കെ വന്നിട്ട് ഓൺലൈൻ മീഡിയ കേട്ടോ ഇന്റർവ്യൂവിലൊക്കെ വന്നിട്ട് പറയുന്നതെന്ന് വെച്ചാൽ ഈ പറയുന്ന ആഷിയുടെയും ജാസിയുടെയും കാര്യമാണ് അവർ പറയുന്നത് എന്നാണ് പറയുന്നത്. പക്ഷേ ശരിക്കും നമ്മൾ ഈ ഒരു കമ്മ്യൂണിറ്റി ഉണ്ടല്ലോ, ഈ കമ്മ്യൂണിറ്റിയിലുള്ള ആളുകളെ നമ്മൾ ഒരു കുറ്റവും പറയുന്നില്ല. പക്ഷേ ഇവനെയൊക്കെ പോലുള്ളവരെ എന്ത് ചെയ്യാനാണ്? LGBTQ കമ്മ്യൂണിറ്റിയിലുള്ള ആളുകളെ നമ്മളൊന്നും പറയുന്നില്ല. കാരണം അത്തരത്തിലുള്ള ആളുകൾ കുറച്ച് പേര് അങ്ങനെ ആയിപ്പോയി. അതിൽ നമ്മൾ അവരെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ ഇയാളെ സംബന്ധിച്ചിടത്തോളം ഇയാൾ സോഷ്യൽ മീഡിയയിൽ വൈറലാവാൻ വേണ്ടിയിട്ട് കാട്ടിക്കൂട്ടുന്ന പ്രഹസനങ്ങളായിട്ടാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. അതായത് ഇയാൾ തന്നെ പറയുന്നു ഇയാൾ പ്രഗ്നന്റ് ആണ് എന്ന് പറയുന്നു. പ്രഗ്നന്റ് ആണെന്ന് പറഞ്ഞിട്ട് പിന്നെ പ്രഗ്നൻസി കാർഡിൽ ഇങ്ങനെ വിരലൊക്കെ വെച്ച് മറച്ച് കാണിക്കുന്നു.
പ്രഗ്നന്റ് ആണെന്നൊക്കെ പറഞ്ഞിട്ട്. എന്നിട്ട് പുള്ളിക്കാരൻ ഫസ്റ്റ് ഞാൻ ഒരു വീഡിയോ ക്ലിപ്പ് ഇവിടെ വെച്ചത് അതാണ്. ഫസ്റ്റ് ഹോസ്പിറ്റലിൽ നിന്നിട്ട് ഞാൻ ഫസ്റ്റ് കാണിച്ച വീഡിയോ അതാണ്. ഇയാളെ ഹോസ്പിറ്റലിൽ കിടന്നിട്ട് പുള്ളിക്കാരനാണെങ്കിൽ നിവർന്നങ്ങ് എഴുന്നേക്കാണ്. എന്നിട്ട് പറയുകയാണ് പുള്ളിക്കാരൻ ബോഡി ഇച്ചിരി വീക്കാണ്, പുള്ളിക്കാരൻ പ്രഗ്നന്റ് ആണ്, അതുകൊണ്ട് വന്നതാണ്, ഇനി ഗ്ലൂക്കോസ് കൂടി വെക്കണമെന്ന് അങ്ങനെ ഏതാണ്ടൊക്കെ പറഞ്ഞിട്ട് എഴുന്നേക്കുന്നു. ശരിക്കും പുള്ളിക്കാരൻ എല്ലായിടത്തും അവകാശപ്പെടുന്നത് പുള്ളിക്കാരൻ 5 മാസം എന്നാണ്. അല്ലെങ്കിൽ പോലും ഗർഭിണികളായിട്ടുള്ള സ്ത്രീകൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, ഇങ്ങനെ ഒരു സ്ത്രീക്കും ഗർഭസ്ഥാവസ്ഥയിൽ ഇങ്ങനെ കിടന്നിട്ട് നേരെ നിവർന്ന് ഒരു സ്ത്രീയും എഴുന്നേൽക്കാറില്ല. ഇടത്ത് വശം ചരിഞ്ഞാണ് എല്ലാ സ്ത്രീകളും പ്രഗ്നൻസിയിൽ എഴുന്നേൽക്കുന്നത്. അതുപോലും മനസ്സിലാക്കാതെയാണല്ലോ ഇയാൾ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് എന്ന് ഓർക്കുമ്പോൾ ചിരിയാ വരുന്നത് കേട്ടോ. പ്രഹസനങ്ങളൊക്കെ ആകാം, പക്ഷേ മറ്റുള്ളവർക്ക് കണ്ടു കഴിഞ്ഞാൽ അറപ്പുണ്ടാക്കുന്ന രീതിയിലുള്ള പ്രവൃത്തികളാണ് ഇയാളുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്. ഇയാൾ പലയിടത്തും പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഇയാളെയും ഇയാളുടെ കൂടെയുള്ള പങ്കാളിയെയും കൂടി പറഞ്ഞാലേ മാത്രമേ മറ്റുള്ളവർക്ക് റീച്ച് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ പറയുന്ന പുള്ളിക്കാരൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ശരിക്കും ഇവർ മാത്രമല്ല ഈ ഒരു കമ്മ്യൂണിറ്റിയിലുള്ളത്, ഒരുപാട് ആളുകളുണ്ട്. നമ്മളൊക്കെ ഒരുപാട് റെസ്പെക്റ്റോട് കൂടി മാത്രം കാണുന്ന ഒരു വ്യക്തിയാണ് സൂര്യയും ഇഷാനും. അവരെ എവിടെയെങ്കിലും ഇവർ കാണിക്കുന്നത് പോലുള്ള കോപ്രായങ്ങളും വിവരക്കേടും വിഡ്ഢിത്തരവും കൊണ്ട് നമ്മൾ ആരെങ്കിലും എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? പണ്ട് തൊട്ടേ നമുക്ക് എൻ്റെ ഒരു കാര്യത്തിൽ പറയുകയാണെങ്കിൽ ഭയങ്കര റെസ്പെക്ട് കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മൾ സൂര്യാമ്മയെ. ശരിക്കും അവർ ട്രാൻസ്ജെൻഡർ വുമൺ ആണ്. അവർ പക്ഷേ ഇയാളെ കണക്കുള്ള കോപ്രായങ്ങളൊന്നും എങ്ങും ചെന്ന് കാണിക്കുന്നില്ല. വളരെ പാകതയോടും പക്വതയോടും കൂടി മാത്രം പെരുമാറുന്ന ഒരു ആളാണ് ഈ പറയുന്ന സൂര്യ. അവരുടെ ഹസ്ബൻഡ് ഇഷാനാണെങ്കിലും അയാളും ട്രാൻസ്ജെൻഡർ ആണ്. അപ്പോൾ അവരെ രണ്ടുപേരെയും ജനങ്ങൾ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്. അതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള പേക്കോലങ്ങൾ അവർ കാണിക്കുന്നില്ല. അവർ ഒരിടത്തും ചെന്ന് നിന്ന് ഇതുപോലെ വയറും താങ്ങി പിടിച്ച് മൂടും താങ്ങി പിടിച്ച് അയ്യോ പൊത്തോ എന്ന് പറഞ്ഞ് നടക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അവർക്ക് സമൂഹത്തിലൊരു വിലയുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ എത്ര ആളുകളെ കണ്ടിട്ടുണ്ട് ട്രാൻസ്ജെൻഡേഴ്സ് ആയിട്ടുള്ള. അവർക്കൊന്നും ശരിക്കും ഇവർക്ക് കേൾക്കുന്ന കണക്കുള്ള തെറിവിളികൾ കേൾക്കുന്നില്ല എങ്കിൽ അത് അവരുടെയൊക്കെ ക്വാളിറ്റി തന്നെയാണ്. അല്ലാതെ ഇവരെ പോലുള്ള ഇത്രയും വളരെ മോശമായിട്ട് എന്താണ് ഒരു പാഡൊക്കെ കെട്ടിവെച്ച് വയറൊക്കെ വെച്ച് കെട്ടി വെച്ചിട്ട് ഫുഡ് കാണുമ്പോൾ ഖനിക്കാൻ മുട്ടുന്നു. അതുപോലെ തന്നെ എന്താണ് ഭക്ഷണം വാരി കൊടുക്കുന്നു. എന്തൊക്കെ കോലാടോ കാണിക്കുന്നത്, എന്തൊക്കെ വൃത്തികേടുകളൊക്കെയാണ് നീയൊക്കെ വന്നിട്ട് കാണിക്കുന്നത്. നിനക്കൊക്കെ ഇത് ഭയങ്കര സംഭവമായിട്ടൊക്കെ തോന്നുന്നെങ്കിലും പക്ഷെ നിന്റെയൊക്കെ പ്രവൃത്തി കാണുമ്പോഴുണ്ടല്ലോ അത്രയ്ക്ക് വൃത്തികേടുകളല്ലേ നിങ്ങൾ വന്നിട്ട് കാണിക്കുന്നത്. ഇത് ഒരു സോഷ്യൽ മീഡിയ കയ്യിലുണ്ട് എന്ന് കരുതിയിട്ട് എന്ത് തെമ്മാടിത്തരം കാണിക്കാന്നായിപ്പോയോ? ശരിക്കും 2025 തീരാൻ പോവുകയാണ്, 2026 സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അധികം വൈകാതെ തന്നെ, ഇനി കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാൽ. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ഇതുപോലെയുള്ള വൈറസുകൾ വന്നിട്ട് കാട്ടിക്കൂട്ടുന്നത് കാണുമ്പോൾ ഇപ്പോൾ ഫാഷൻ ഷോയുടെ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ വെച്ചിട്ട് ഒരു പുള്ളിക്കാരൻ ചോദിക്കുകയാണ് ഇവരുടെ അടുത്ത്, പിന്നെ എന്താണ് വളക്കാപ്പ് ചടങ്ങ് ആവാറായോ എന്ന് ചോദിക്കുകയാണ്. പെട്ടെന്ന് കാണുമോ വളക്കാപ്പ് ചടങ്ങ് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഈ പുള്ളിക്കാരൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ 5-ാം മാസമാണ്, 7-ാം മാസത്തിലല്ലേ വളക്കാപ്പ് ചടങ്ങ്, അതൊക്കെ ഉണ്ടാവും എന്ന് പറയുകയാണ്. എന്തായാലും അതൊന്ന് കണ്ടിട്ട് വരാം. വളക്കാപ്പ് ഉടനെ ഉണ്ടാവും? തീർച്ചയായിട്ടും ഉണ്ടാകും. അത് 7-ാം മാസത്തിലല്ലേ, ഇപ്പം 5 ആയുള്ളൂ. അപ്പം അത് കഴിഞ്ഞാൽ എന്തായാലും ഉണ്ടാവും. ഞാൻ സീരിയസ്ലി ഞാനൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. ഞാനൊരു എന്താ പറയുക, ഞാനൊരു അമ്മയാവാൻ പോവുകയാണെന്നുള്ളത് മീൻസ് ഞാനല്ല എങ്കിൽ പോലും ഐ പ്രൗഡ് സേ ഐ ആം എ മദർ. അത് നിങ്ങൾക്ക് വൈകാതെ മനസ്സിലാകും. അത് ഒരു വളരെ സീക്രട്ടായിട്ട് ഞങ്ങളുടെ ലൈഫിൽ ഭയങ്കര സീക്രട്ടായിട്ടുള്ള ഒരു സംഭവമാണ്. ഈ പറയുന്ന പുള്ളിക്കാരനെ എങ്ങനെ പ്രസവിക്കാൻ സാധിക്കും? ഇവനെന്താ തുപ്പിയിട്ട കുഞ്ഞു വായിക്കൂടെങ്കിൽ പോരോ? എന്ത് വൃത്തികേടുകളാണ് വന്നിട്ട് കാണിക്കുന്നത്. ശരിക്കും ഇവന്റെ രീതി കാണുമ്പോഴത്തേക്ക് സ്ത്രീകളെ മൊത്തത്തിൽ അപമാനിക്കുന്നത് കണക്കാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇങ്ങനെ ഇല്ലാത്ത വയറ് വെച്ച് കെട്ടിക്കൊണ്ട് നടക്കുന്നു. അത് കാണുമ്പോൾ ശരിക്കും ചില സീരിയലുകളിലൊക്കെ പെണ്ണുങ്ങളുണ്ടല്ലോ ഗർഭിണിയാണെന്ന് പറഞ്ഞിട്ട് കള്ളത്തരം കാണിച്ചിട്ട് ഇതുപോലെ വയറും കെട്ടിവെച്ച് കിടക്കുന്ന ഒരുപാട് സീരിയലുകളുണ്ട്. അപ്പോൾ അത് കണ്ടിട്ടാണെന്ന് തോന്നുന്നു ഈ പുള്ളിക്കാരനും ഇങ്ങനെ കാണിക്കുന്നത്. എന്നിട്ട് മറ്റൊരിടത്ത് ഇയാൾ പറയുന്നുണ്ട്, ഞാനല്ല പ്രസവിക്കുന്നത്, അതൊരു സർപ്രൈസ് ആണ് എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇയാളല്ല പ്രസവിക്കുന്നതെങ്കിൽ പിന്നെ എന്തിനാണ് ഈ വയറും പൊത്തിപ്പിടിച്ച് കാണിക്കുന്നത്? ഈ വയറും വച്ച് കെട്ടിക്കൊണ്ട് നടന്ന് ജനങ്ങളെ പറ്റിക്കുന്നതിൻ്റെ കാര്യം എന്താണ്? അപ്പോൾ ഇവനൊക്കെ എന്ത് പോക്കണം കേട് കാണിച്ചു കഴിഞ്ഞാലും അത് കണ്ടിട്ട് കൈയടിക്കാനും യുവമാരെ സപ്പോർട്ട് ചെയ്യാനും കുറച്ച് പേര് ഉണ്ട് എന്നുള്ളത് അറിയാവുന്നതിൻ്റെ പേരിൽ തന്നെയാണ് ഇങ്ങനെയുള്ള പോക്കൃത്തരങ്ങളൊക്കെ കാണിക്കുന്നത്. എന്തായാലും ഒരു വീഡിയോ ക്ലിപ്പുണ്ട്. ഒരു സ്റ്റേജ് പ്രോഗ്രാം നടക്കുന്ന സമയത്ത് ഇവൻ ഇരുന്നുകൊണ്ട് വയറ്റിൽ പൊത്തിപ്പിടിച്ച് കാണിക്കുന്ന കോലങ്ങളുണ്ടല്ലോ, അത് കാണുമ്പോഴുണ്ടല്ലോ ശരിക്കും പറയുകയാണെങ്കിൽ ചത്ത് കിടക്കുന്നവനും ചാടി എഴുന്നേറ്റ് ഇവൻ്റെ പെടലിക്ക് ഒന്നോട്ട് കൊടുക്കും. അങ്ങനെ തോന്നുള്ളൂ. ശരിക്കും അതൊന്ന് കണ്ടിട്ട് വരാം.
പിന്നെ ഇവന് 5-ാം മാസത്തിൽ വയറ്റിൽ കിടന്നിട്ട് കുഞ്ഞിവനെ ചവിട്ടയല്ലേ. എടാ വീട്ടിൽ 5 മാസം ആകുമ്പോൾ ആരാടാ നിന്റെ അടുത്ത് പറഞ്ഞത് വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിട്ട് താങ്ങുമെന്ന്? ഇവന്റെ ആക്ഷനൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇവന് ഓസ്കാർ കൊടുക്കേണ്ടതാണ്. കാരണം ഇവന്റെ അഭിനയം കണ്ടില്ലേ, 5 മാസമൊന്നും പറഞ്ഞ് ഒരു തലയിടം കെട്ടി വയറ്റിൽ വെച്ചോണ്ട് കിടന്നിട്ട് ഇവൻ കാണിച്ചു കൂട്ടുന്ന പ്രഹസനങ്ങൾ. അല്ല, ഇനി ഇവൻ ഗർഭിണിയാണെന്ന് തന്നെ ഇരിക്കട്ടെ, ഇവൻ ഗർഭിണിയാണെങ്കിൽ ഇവൻ പ്രസവിച്ച് കഴിയുമ്പോൾ ഈ കുഞ്ഞിന് ഇവൻ എങ്ങനെ പാല് കൂട്ടും? ഇവനതിന് ബ്രസ്റ്റ് വല്ലതുകൊണ്ടോ? ഇവൻ ഈ ചിരട്ടയല്ലേ കെട്ടി വെച്ചിരിക്കുന്നത്, ഈ കണ്ണൻ ചിരട്ടയ്ക്കൂടെ പാല് കൊടുക്കാൻ പറ്റൂ? എന്റെ ഡൗട്ടാണ് കേട്ടോ. ശരിക്കും എന്താണെന്ന് വെച്ചാൽ ഈ പുള്ളിക്കാരന്റെ നേരത്തെയുള്ള 1-2 ഫോട്ടോ ഞാൻ ഇവിടെ കൊടുക്കാം. ഇതിലെങ്ങും ഇവന് ബ്രസ്റ്റിന്റെ ഒരു അടയാളം പോലും ഇല്ല അല്ലേ. ഇവൻ ഇപ്പതേ വലിയൊരു ചിരട്ടയും കെട്ടി വെച്ചുകൊണ്ട് ഇവൻ നടക്കുകയാണ്. ചിലപ്പോൾ ചില സമയത്ത് ഈ ചിരട്ടയൊക്കെ മാറിയിട്ട് അതിന്റെ സ്ഥാനത്ത് ചില സമയത്ത് തേങ്ങ തന്നെ വെച്ച് കെട്ടിയിരിക്കുന്നത് കാണാം. അപ്പോൾ ഇത്തരത്തിലുള്ള ഇവൻ ഒരു കുഞ്ഞിനെ പ്രസവിച്ചു കഴിഞ്ഞാൽ ഇവൻ എങ്ങനെ കുഞ്ഞിന് പാല് കൊടുക്കും? അതുമാത്രമല്ല ഇവനൊരു പുരുഷനല്ലേ, പുരുഷനാണോ? അതും ഇപ്പോൾ ഡൗട്ടാണ്. അപ്പോൾ എന്തായാലും ഇവൻ എന്തായാലും ഒരു സ്ത്രീയല്ല, അത് ആ കാര്യത്തിൽ എല്ലാവർക്കും ഉറപ്പാണ്. അപ്പോൾ ഈ പുള്ളിക്കാരൻ എങ്ങനെ ഇവന് എങ്ങനെയോ ഇവന് ഗർഭമുണ്ട്, ഗർഭശ്രീമാനാണെന്ന് പറഞ്ഞൊക്കെ ഇവൻ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ നടക്കുകയാണ്. അവനെയൊക്കെ പൊക്കിക്കൊണ്ട് കിടക്കാനായിട്ട് കുറേ എണ്ണം അങ്ങനെയും. അപ്പോൾ എന്തായാലും പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഈ പുള്ളിക്കാരനെയൊക്കെ എടുത്ത് തോളിൽ ചുമന്നുകൊണ്ട് കിടക്കുന്ന നിങ്ങളെയൊക്കെ വേണം പറയാനായിട്ടുള്ളത്. ഇന്നത്തെ കാലത്ത് മീഡിയാസിന്റെ അമിതമായ ഉപയോഗം തന്നെയാണ് ഇതിനൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ. പണ്ടും ഉണ്ടായിരുന്നു ഇതുപോലെയുള്ള ആളുകൾ, പക്ഷെ അവരാരും ഇതുപോലെ ജനങ്ങളുടെ മുന്നിൽ പ്രഹസനവുമായിട്ട് വന്നിട്ടില്ല. നമ്മളൊക്കെ ഒരുപാട് ആളുകളെ കണ്ടിട്ടുള്ളതാണ്. അവരൊക്കെ എന്ന് പറഞ്ഞാൽ കൂടുതലും അവർക്ക് പണ്ടൊക്കെ ഇവരൊക്കെ ജീവിക്കാൻ വേണ്ടിയിട്ട് അവരുടേതായിട്ടുള്ള കുറച്ച് സെക്ഷൽ വർക്കൊക്കെ ചെയ്തങ്ങ് പോകുമായിരുന്നുവെങ്കിലും പക്ഷേ ഇന്നത്തെ കാലത്തുള്ള ആളുകൾ നല്ല അന്തസ്സായിട്ട് ജോലി ചെയ്ത് ജീവിക്കുന്ന ആളുകളാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ ഒരു കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളുകൾ ഫാഷൻ ഡിസൈനറിംഗ് ആയിട്ടും നല്ല രീതിയിൽ മേക്കപ്പ് ചെയ്യുന്ന ആളുകൾ, നല്ല മേക്കപ്പ് ആർട്ടിസ്റ്റുകളുണ്ട് ട്രാൻസ്ജെൻഡേഴ്സ് ആയിട്ടുള്ള. അപ്പോൾ അത്തരത്തിൽ അവരിപ്പോൾ ശരീരം അനക്കി ജോലി ചെയ്താണ് ജീവിക്കുന്നത്. ശരിക്കും അങ്ങനെയുള്ള സമൂഹത്തിന് മുന്നിൽ ഇവനൊക്കെ കാണിക്കുന്ന ഈ ഒരു വൾഗാരിറ്റി കാണുമ്പോഴുണ്ടല്ലോ അറപ്പ് തോന്നുകയാണ്, അറപ്പ്. ഇവനെ കുറിച്ചിട്ട് റിയാക്ട് ചെയ്യണമെന്ന് വിചാരിച്ചതേ അല്ല. പക്ഷേ ഈ ഒരു ഗർഭവും വയറ്റി കാണിച്ചുകൊണ്ട് ഇവൻ കാണിക്കുന്ന ചില കോപ്രായങ്ങൾ കാണുമ്പോൾ എന്ത് വൃത്തികേടാണോ കാണിക്കുന്നത്? തനിക്കൊരു അന്തസ്സില്ലേടോ? എന്തായാലും വല്ലാത്ത നാണം കെട്ടിട്ട് പണമുണ്ടാക്കിയാൽ നാണക്കേട് പണം തീർത്തോളും എന്ന് പറയുന്നത് എത്രയോ കറക്റ്റാണ് ഇവൻ്റെയൊക്കെ കാര്യത്തിൽ. അപ്പോൾ എന്തായാലും കൂടുതലായിട്ട് ഒന്നും പറയാനില്ല, വല്ലാത്ത തൊലിക്കെട്ടി തന്നെ. അപ്പോൾ എന്തായാലും ഇത് കാണുന്ന നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.